അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒന്നായി വിശേഷിക്കപ്പെടുന്ന ഇറാൻ നടപടി ലോകത്തെ ഒരു പുതിയ യുദ്ധമുനയിൽ എത്തിച്ചിരിക്കുകയാണ്. 6 ആഴ്ച നീണ്ടുനിന്ന അതിശക്തമായ US-ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിനൊടുവിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്നത് തന്ത്രപരമായ വിജയമായി വാഷിംഗ്ടൺ ഉയർത്തിക്കാട്ടുമ്പോഴും യാഥാർത്ഥ്യം ഇതിലും സങ്കീർണമാണ്. ഈ സൈനിക നടപടി ഇറാനെ തളർത്തുന്നതിന് പകരം ലോകത്തെ ഒരു വൻ സാമ്പത്തിക തകർച്ചയിലേക്കും നയതന്ത്ര ഒറ്റപ്പെടലിലേക്കുമാണ് നയിക്കുന്നതെന്ന് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാനിലെ പരമാധികാരത്തിന്റെ ആസ്ഥാനമായ ബൈത്ത് റഹ്ബരിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത് ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘാതമാണ്. എന്നാൽ ട്രംപ് ഭരണകൂടം പ്രതീക്ഷിച്ചതുപോലെ ഇറാൻ ഭരണകൂടം തകർന്നു വീണില്ല എന്നതും ശ്രദ്ധേയമാണ്. ഖമേനിയുടെ വധത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാനിലെ കരുത്തരായ IRGC അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ചു. മൊജ്തബയുടെ നിയമനം സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം ആക്രമണത്തിൽ പരിക്കേറ്റു കോമയിലാണെന്നും ചികിത്സയിലാണെന്നും ചില പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ പുറത്തുവരുന്ന ഓരോ പ്രസ്താവനയും അമേരിക്കയ്ക്കെതിരെ അതിശക്തമായ പ്രതികാരം പ്രഖ്യാപിക്കുന്നവയാണ്. ഇറാനിലെ അധികാര കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും ഭരണമാറ്റം എന്ന അമേരിക്കൻ ലക്ഷ്യം പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും പ്രമുഖ നിരീക്ഷകൻ ആഡം പ്രോഗ്രന്റ് നിരീക്ഷിക്കുന്നു. ഖമേനിയുടെ മരണം ഇറാനിലെ ജനവികാരത്തെ അമേരിക്കയ്ക്കെതിരെ കൂടുതൽ ഒന്നിപ്പിക്കാനാണ് സഹായിച്ചത്. സൈനിക പോരാട്ടത്തെക്കാൾ ലോകത്തെ ഭയപ്പെടുത്തുന്നത് ഇറാൻ സ്വീകരിച്ച സാമ്പത്തിക പ്രതിരോധ നടപടിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിച്ചു.